ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ലച്ചുവിൻ്റെ മനസ്സ് തകർത്ത ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ലച്ചുവിൻ്റെ മനസ്സ് തകർത്തത് മറ്റാരുമല്ല, സിദ്ധു തന്നെയാണ്. വർഷങ്ങളായിട്ട് സിദ്ധുവിൻ്റെ വരവും കാത്തിരുന്ന ലച്ചുവിനെ കാത്താണ് സിദ്ധുവിൻ്റെ കൂട്ടുകാരൻ വന്ന് യാറ എന്നുള്ള പെൺകുട്ടിയെ പറ്റിയൊക്കെ പറയുന്നത്. എന്തായാലും എപ്പിസോഡിനൊരു ശരിക്കുള്ള കൺക്ലൂഷൻ വന്നിട്ടില്ല. കാരണം യാറ എന്ന് പറയുന്ന പെൺകുട്ടി ആരാണെന്നും ആ കുട്ടിയായിട്ട് സിദ്ധുവിന് ബന്ധമുണ്ടോ, അതോ ഇനി സുഖമില്ലാതെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ പരിചരിക്കുന്നതാണോ, ദുബായ് ആയതുകൊണ്ട് തന്നെ ഒട്ടകമാണോ പുലിയാണോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ ലച്ചുവിൻ്റെ മനസ്സ് തകർന്ന് സിദ്ധുവിന് മറ്റൊരു പെൺകുട്ടിയായി ബന്ധമുണ്ട്. നീണ്ട കണ്ണുള്ള പെൺകുട്ടി മാത്രമല്ല, നല്ല കവിളും ചുവന്ന ചുണ്ടുകളും നീണ്ട മൂക്കൊക്കെ ഉള്ള പെൺകുട്ടിയാണെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു, മോളതിന് ആ പെൺകുട്ടിയെ കണ്ടോ? ഇല്ല, അമ്മായി പറഞ്ഞു തന്നു. ദേ ഗൗരി, നീയാണോ എൻ്റെ കൊച്ചിനെ ഓരോന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നേ? ഞാനൊന്നും അല്ല. കേശുവും ലച്ചു ഒരുമിച്ച് പറയുന്നുണ്ട്, അമ്മായി പറഞ്ഞിട്ടല്ല. സിദ്ധു തന്നെ സിദ്ധുവിൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുന്നത് കേട്ടതാ. എന്തായാലും കേൾക്കുന്ന ഏത് പ്രേക്ഷകർക്കാണെങ്കിലും ഡൗട്ട് തോന്നുന്ന എപ്പിസോഡ് തന്നെയാണ്. അതായത് 2-3 ദിവസം സിദ്ധു ദുബായിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷവും കരച്ചിലായിരുന്നെന്നും ഫുഡ് കഴിക്കുന്നില്ല എന്നൊക്കെ കേട്ടപ്പോഴും 21 വയസ്സുണ്ട് എന്ന് പറയുമ്പോഴും സംശയം തോന്നും. എന്തായാലും ഇതിൻ്റെ ബാക്കി ഭാഗമായിരിക്കും ഇനി വരുന്ന എപ്പിസോഡ്. അത് മതിയായിരുന്നു. ഇതിനൊരു കൺക്ലൂഷൻ വേണമല്ലേ? സിദ്ധു വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ലച്ചുവിനെ സ്നേഹിക്കുന്നത്. പക്ഷേ ലച്ചുവിൻ്റെ പരാതി, ലച്ചുവിന് എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോഴോ എന്തെങ്കിലും സാധനം മേടിക്കണമെന്ന് പറയുമ്പോഴോ അപ്പോഴൊന്നും സമയം കിട്ടത്തില്ല. ഗൾഫിലേക്ക് വിളിക്കാനും ഫ്രണ്ട്സിനെ വിളിക്കാനൊക്കെ സമയം കിട്ടുന്നു. ലച്ചുവിനെ മറന്ന് മറ്റൊരു പ്രേമമൊന്നും സിദ്ധുവിന് കാണില്ലെന്ന കാര്യം ഉറപ്പാണ്. അതിനൊരു കൺക്ലൂഷൻ വേണമായിരുന്നു. തെറ്റിദ്ധാരണ മാറ്റാൻ ഇനി സിദ്ധുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സിദ്ധു തന്നെ ആരാണെന്നുള്ള കാര്യം തുറന്നു പറയുന്ന ഒരു എപ്പിസോഡ്. അതിനുവേണ്ടി തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം.